ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ സേമിയ വെച്ചിട്ടൊക്കെ പുഡിങ് ഉണ്ടാക്കലുണ്ട്, പക്ഷേ മാഗി വെച്ചിട്ട് ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ മാഗി വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ ആർക്കും അത് മാഗിയാണെന്ന് അത്ര പെട്ടെന്നൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാഗി പുഡിംഗ് ആണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എസൻസിനനുസരിച്ചിട്ട് പുഡിങ്ങിൻ്റെ ടേസ്റ്റിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മാഗി പുഡിങ്ങിനായിട്ട് ആദ്യം മാഗി വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് പിസ്തൻ്റെ എസൻസും കൂടെ കൂട്ടിയിട്ടാണ് വേവിക്കുന്നത്. ഒരു കളറും പിന്നെ പിസ്തൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് പിസ്തൻ്റെ എസൻസ് ഇറ്റിച്ച് കൊടുക്കുകയാണ്. ഈ എസൻസിന് പകരം നമുക്ക് വേറെ ഏത് എസൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ ടേസ്റ്റിലാവും നമ്മുടെ പുഡിങ്. ഇനി ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാഗി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ മസാലേൻ്റെ പാർട്ട് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നൂഡിൽസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നോർമലി മാഗി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മാഗി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്കൊരു ചീസിൻ്റെ ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചീസിൻ്റെ ക്യൂബ്, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്, ക്രീം ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പുഡിങ്ങൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാനിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 500 ml അടുത്തുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ആക്കി കൊടുക്കുക. എന്നാൽ പിന്നെ മാഗി ഒട്ടൂല, തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, പിന്നെ അധികം കുക്കായി പോവില്ല. ഇനി നമ്മുടെ ഈ പാലിലേക്ക് കുറച്ച് വാനില എസൻസും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ എന്ത് മധുരം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു നുള്ളു ഉപ്പിടണം, പക്ഷേ ഇതിലിടേണ്ട ആവശ്യമില്ല, കാരണം ചീസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പിന് ചേർക്കണ്ട, അതന്നെ മതിയാവും. ഇനി ചൈന ഗ്രാസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 4-5 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. അത് ഓൾറെഡി വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചതാണ്, ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചീസ് സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. എന്നിട്ട് ആ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി വരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, എന്നാലേ നമ്മുടെ ചീസെല്ലാം നല്ലോണം മെൽറ്റ് ആവുള്ളൂ. അതുപോലെ ചൈന ഗ്രാസും ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ കൂടിക്കിടക്കും. അപ്പം അതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കി റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ മിക്സ് കുറച്ചൊക്കെ ഒന്ന് കുറുകി ഒന്ന് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നല്ലോണം മെൽറ്റായി, അതുപോലെ ചീസും പാകത്തിന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം ചൂടാറാൻ വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ പോണത് ഈ ഒരു കേക്ക് മോൾഡിലാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പാത്രത്തിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കേക്ക് പോലെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് മോൾഡിൽ സെറ്റ് ചെയ്യണത്. ആദ്യം നമ്മുടെ മാഗി വേവിച്ച് വെച്ചിട്ടുള്ള ആ മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ചൂടാറിയിട്ടുള്ള പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ കാണുന്നത് ചീസിൻ്റെ കട്ടകളാണ് കേട്ടോ, അല്ലാതെ പാല് പിരിഞ്ഞതൊന്നുമല്ല. നമ്മളിങ്ങനെ പാലിൽ ചൈന ഗ്രാസ് ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പാല് അങ്ങനെയൊന്നും പിരിഞ്ഞു പോവില്ല. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഇടങ്ങേറാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം.
അങ്ങനെ നമ്മുടെ പുഡിങ് ഇപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം വെച്ചാൽ മതി. ചൈന ഗ്രാസ് ആകുമ്പോൾ വേഗം സെറ്റാവും. ഇത് പെട്ടെന്ന് മോൾഡിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡ്സിലൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മോൾഡിൽ നിന്ന് വന്നോളും. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു ചീസ് കേക്കൊക്കെ പോലെ തോന്നുന്നുണ്ട്. ആ മോൾഡിൽ സെറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും ഒരു കേക്ക് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട്സ് പൊടിച്ചത് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. സൈഡ്സിലൊക്കെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതില്ലാതെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗി പുഡിങ്. ശരിക്കും നല്ല ടേസ്റ്റാണ്. അത്ര പെട്ടെന്നൊന്നും ഇത് മാഗിയാണെന്ന് മനസ്സിലാവില്ല. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്